ഗുവാഹട്ടിയിൽ നിന്ന് അരുണാചൽ പ്രദേശത്തിൻ്റെ കിഴക്കേ അറ്റത്തുള്ള തവാങ്ങിലേക്കുള്ള ഹൈവേയിൽ ഫലൂക്മോങ് എന്ന് പറഞ്ഞ സ്ഥലം കഴിയുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെത്തുകയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ പ്രതാപനും ഞാനും. ഒരു പറച്ചിലുണ്ട്, ഹിമാലയത്തിലെ എല്ലാ മലകൾക്കും അതിൻ്റെ സ്വന്തമായ ഒരു അരുവിയോ വെള്ളച്ചാട്ടമോ ഉണ്ട്. ഈ നിച്ചിഫുല വെള്ളച്ചാട്ടവും അങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഈ നിച്ചിഫുല വാട്ടർഫോൾസ് ഞങ്ങൾക്ക് ബോണസായിട്ടൊരു മഴവില്ലും കൂടെ തന്നു. കാരണം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന ഏതാണ്ടൊരു സമയത്താണ് ഞങ്ങൾ ഈ വാട്ടർഫോൾസിൽ എത്തിയത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പിന്നെയും യാത്ര ചെയ്യാനായിട്ടുണ്ടായിരുന്നു അന്ന് താമസിക്കുന്ന ബോംഡില എന്ന ടൗണിലേക്ക്. Touring North Eastern Himalayas is very different. It's very different from the kind of experience you have when you travel through a place like Uttarakhand, the Devabhoomi. ഒന്നാമത്തെ കാര്യം, ഇത് 1962 ഇന്ത്യ ചൈന വാറിൻ്റെ തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ ദേവന്മാരെക്കാൾ കൂടുതൽ ഇതൊരു യുദ്ധഭൂമിയാണ്. യുദ്ധത്തിൻ്റെ ഓർമ്മകൾ മുറിവുകളായിട്ട് കൊണ്ട് നടക്കുന്ന വാർ മ്യൂസിയങ്ങളുണ്ട്. ടെങ്ക വാലി എന്ന സ്വർഗീയ സുന്ദരമായ ഈ താഴ്വരയിലെ വാർ മ്യൂസിയത്തിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ അന്നത്തെ ആ ക്ലാഷിൽ മരിച്ച യോദ്ധാക്കളുടെ പേരെഴുതിയ ഒരു വലിയ ഫലകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി പേരുകൾ വായിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് മലയാളികളുടെയും പേര് അതിൽ ഞങ്ങൾ വായിച്ചു. ബോംഡിലയിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലാണ് ഞങ്ങൾ ഇവിടെ ഈ ടൂറിൽ ആദ്യമായിട്ട് കയറുന്നത്. ബോംഡില കഴിഞ്ഞാൽ തവാങ്ങിലേക്കുള്ള ഭീകരമായ കയറ്റമാണ്. റോഡിനെ പറ്റി ഒന്നും പറയാനില്ല, അത്ര ഭയങ്കരമാണ്. ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശിലാചുരം, ശിലാ പാസ് ഇസ് അബൌട്ട് 13,000 feet ഹൈ. ആദ്യമായിട്ടൊരു ബ്രീത്തിങ് പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്ത് ഈ ശിലാപാസിലെ ആ തടാകത്തിൻ്റെ കരയിലും വെച്ചാണ്. ശിലാപാസ് കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ തവാങ്ങിൻ്റെ ഗേറ്റ് വേ കാണാം. Thawang is a very, very key place for two reasons. And ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാരണങ്ങളുമാണ്. തവാങ്ങിലേക്കാണ് ഇപ്പോഴത്തെ ദലൈലാമ ആദ്യമായി 1959 രക്ഷപ്പെട്ട് വരുന്നത് ചൈനീസ് ആക്രമണത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ തവാങ്ങിലെ മൊണാസ്ട്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു സ്ഥലം. പിന്നെ ഇതിൻ്റെ ബോർഡറിലേക്കുള്ള നിയർനെസ്, ബൂംല പാസ് എന്നും പിന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ദ റിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കീ ഏരിയകളുണ്ട്. അതൊക്കെ ഈ തവാങ്ങിനടുത്താണ്. 62 വാറിൽ ചൈനീസ് പട്ടാളക്കാർ വലിയ തിരയടിക്കുന്ന പോലെ ഇവിടെ വന്ന് ഈ തവാങ് മുഴുവൻ കീഴ്പ്പെടുത്തി അങ്ങ് താഴെ പോയി ആസാമിൻ്റെ അതിർത്തി വരെ എത്തിയതാണ് 62 വാറിൽ. അതുകൊണ്ട് തന്നെ തവാങ്ങിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അഹിംസയുടെ പ്രവാചകൻ രക്ഷപ്പെട്ടു വന്ന യുദ്ധഭൂമിയാണ് തവാങ്. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. And then we proceeded to the border at Bumla. That road, that is practically meant only for army vehicles, not for ordinary mortals like you and me. It was incredibly scary.
लैंडस्लाइड हुआ था बीच बीच में होता है क्या लैंडस्लाइड ഈ സൈഡ് കണ്ടോ ലാൻഡ്സ്ലൈഡ് വണ്ടികൾ സ്കിഡ് ചെയ്യും വേസ്റ്റ് പോലെ റോഡ് അതാ റൈറ്റിലോട്ട് നോക്കി बिल्कुल खराब है रोड एग्रीड वाओ 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 പേസ്റ്റ് പോലെ വെള്ളം സ്കിഡ് ചെയ്യുന്നു Bumla, the Indian side of Bumla is full of visitors and ഒരുപാട് പേര് സന്ദർശകരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. While on the other side of the border, nothing happens and nobody is there. അതിർത്തി മാർക്ക് ചെയ്യുന്ന ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഇന്ത്യൻ ദേശീയ പതാകയുടെ കളറുകൾ വെക്കുന്നുള്ള ഒരു 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 പാറക്കല്ലുണ്ട്. ദ റോക്ക് ഓഫ് പീസ്, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ്. ആൻഡ് ബിയോണ്ട് ദാറ്റ് the Himalayan mountains and valleys of Tibet, which is now under China. Bumla border is over 15,500 feet above sea level. On the way back from Bumla, we went to a lake called Mathuri Lake. പാർവതിയും തോഴിമാരും വന്ന് നീന്തി കളിച്ച തടാകമല്ല ഇത്. ഇത് മാധുരി ദീക്ഷിതും ഷാറൂഖ് ഖാനും കൂടെ ഡാൻസ് ചെയ്ത സ്ഥലമാണ് ഏതോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. But like any other lake in the Himalayas, it has its own charm and it has its own beauty. So we spent some time there and then drove back to Thawang and the next day all the way down to Guwahati on the way to our next destination in Meghalaya. On the way to Shillong, we crossed Brahmaputra, the only male river in India. Shillong and Chirrapunji, these were the two destinations we had in Meghalaya. മേഘാലയ മനോഹരമായ സ്ഥലമാണ്. മലകളും കാടുകളും വെള്ളച്ചാട്ടങ്ങളും പിന്നെയും വെള്ളച്ചാട്ടങ്ങളും. പക്ഷെ വരേണ്ട സമയം മേഘങ്ങളുടെ സീസണായിട്ടുള്ള മൺസൂൺ കാലത്ത് തന്നെയാണ്. വി വെയർ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ സീസൺ. നമ്മൾ പഠിച്ചിരിക്കുന്നത് the Chirrapunji is the wettest place on earth where you get the maximum amount of rainfall, but that is not so anymore. ഇപ്പോഴത് മോഷൻ റാം എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമത്തിലാണ്. ചിറാപുഞ്ചിയിൽ ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ വരണ്ടുണങ്ങിയ ഒരു ഗ്രാമമായിരുന്നു. ചിറാപുഞ്ചിയിലെ ഏറ്റവും പ്രധാനമായ കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളാണ്. വെള്ളച്ചാട്ടങ്ങൾ സമൃദ്ധമായി ആരോഗ്യത്തോടുകൂടി കാണണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ഇൻ ദ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സീസൺ ഓഫ് മൺസൂൺ. അതർവൈസ് ഓൾ ദ വാട്ടർഫോൾസ് വിൽ ബി ഡ്രൈ ആൻഡ് ഡെഡ്. 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ 7 വെള്ളച്ചാട്ടങ്ങൾ അടുത്തടുത്ത് 7 ആനകൾ എഴുന്നള്ളിച്ച് നിൽക്കുന്ന പോലെ മനോഹരമായൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ യു ക്യാൻ സീ ദ പ്ലെയിൻസ് ഓഫ് ബംഗ്ലാദേശ്. ബട്ട് വെൻ വി വെന്റ് ദെയർ ഇറ്റ് വാസ് ദ 7 സിസ്റ്റേഴ്സ് വെയർ ഡ്രൈ ആൻഡ് ഡെഡ്. ബട്ട് സർപ്രൈസ്, when we reached 10 falls, it was alive and kicking. വെള്ളം
വെള്ളച്ചാട്ടത്തിൽ വെള്ളം. Mosmai Caves. That is another interesting tourist attraction in Chirrapunji. Mosmai Caves. It's a limestone cave, very long, but open only about 150-200 meters into it. There are facilities and amenities near to the caves. Pradhapan went in, but I stayed outside and watched him go in. Molinong is the cleanest village in Asia. It's a village of Khasi people. ഒരുപാട് വീടുകൾ, അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് കടകൾ, ചില റെസ്റ്റോറൻറ്റുകൾ, വളരെ വൃത്തിയുള്ളൊരു ഗ്രാമം. ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഈ ഖാസി വർഗത്തിൽപ്പെട്ട ഈ ട്രൈബ്സിൻ്റെ ഒരു വാസസ്ഥലമാണ്. ഒരുപാട് ഖാസി വില്ലേജുകളുണ്ട്. ഖാസികൾ അവരുടെ പുഴ കടക്കാനായി റബ്ബർ മരത്തിൻ്റെ വേര് നെയ്തുണ്ടാക്കിയ ഒരു പാലമാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. റബ്ബർ മരത്തിൻ്റെ വേരുകൾ നെയ്തുണ്ടാക്കിയ ഒരു പാലം. കുറച്ചൊന്നുമല്ല, ഒരുപാട് താഴേക്ക് ഇറങ്ങി വേണം ആ പാലത്തിലെത്താൻ. വിച്ച് മീൻസ് ഒരുപാട് മേളിലേക്ക് കയറി വേണം തിരിച്ചു വരാൻ. ദാറ്റ് ഈസ് ഓൾസോ ദയർ. School should have fallen, and you shouldn't have fallen. फोटो करता हूँ संचित प्रकाशी. पुणे महाराष्ट्र. मैं केरला से. ऊपर कैसे जाऊँ मैं अब सोचता नहीं. नहीं आप जाएगा. भगवान का नाम ले, वो छोड़ देगा ऊपर. बिल्कुल नहीं. थैंक यू. ഒന്നിലധികം റൂട്ട് ബ്രിഡ്ജുകളുണ്ട് ചിറാപുഞ്ചിയിൽ, ഈ വേരിൻ്റെ പാലങ്ങൾ. ദർ ഈസ് വൺ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് എൽസ്വെയർ, ബട്ട് ദ ബ്രിഡ്ജ് വി വെൻറ്റ് ടു ഈസ് ഓൺലി സിംഗിൾ ഡെക്ക്.
It's an interesting place, Mm. and you decide that it is very good because it is made out of living roots and it still lives. പാലത്തിൽ നിൽക്കാൻ സമ്മതിക്കുകയില്ല, കാരണം അതിന് വെയിറ്റ് അധികം താങ്ങാൻ ഗാർഡുകൾ സമ്മതിക്കുകയില്ല. അപ്പോൾ അവർ വിസിലടയ്ക്കും. സോ യു ഹാവ് ടു മൂവ് ഓൺ. ഖാസികൾ ഉപജീവനം കഴിക്കുന്നത് ബാമ്പു കൊണ്ടാണ്. മുളങ്കാടുകളും അതിലെ മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഹാൻഡിക്രാഫ്റ്റ് ഒരുപാട് വസ്തുക്കൾ ഈ മേഘാലയയിൽ കിട്ടും. മേഘാലയയിൽ നല്ല ബേസിക്കലി യു സീ ദ തിങ് ഓൾ അക്രോസ് നോർത്ത് ഈസ്റ്റ്. And finally, we reached the final destination, Chirrapunji, the Naukhaliga Falls. Solitude at its best. That is what Naukhaliga is. You feel so sad. It just falls. അതിങ്ങനെ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് വളരെ നിശബ്ദമായി. You feel you're so far away from home. And from here, we return home.